ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരേ ദിവസം റിലീസ് ചെയ്ത് ക്ലാഷ് റിലീസായി മാറിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 1989 മാർച്ച് മാസം 3-ാം തീയതി 3 ചിത്രങ്ങളാണ് ഒരേ ദിവസം റിലീസ് ചെയ്തത്. ഇതിൽ ഒരു ചിത്രം മമ്മൂട്ടിയുടെയും 2 ചിത്രങ്ങൾ ജയറാമിൻ്റെതുമായിരുന്നു. ഇനി ഈ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് അനാലിസിസും വിജയ പരാജയങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. 89 മാർച്ച് 3-ന് റിലീസ് ചെയ്ത ആദ്യത്തെ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ അടിക്കുറിപ്പ്. കെ മധുവിന്റെ സംവിധാനത്തിൽ SN സ്വാമിയുടെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിന്റെ മെഗാ വിജയത്തിന് ശേഷം മമ്മൂട്ടി, SN സ്വാമി, കെ മധു ടീം ഒരുമിച്ച ചിത്രമായിരുന്നു. ഒരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിൽ ഒരുങ്ങിയ ഈ ചിത്രം മികച്ച പ്രതീക്ഷയിലായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. മമ്മൂട്ടി മികച്ച അഭിനയം കാഴ്ചവെച്ച അടിക്കുറിപ്പ് ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും നല്ലൊരു മൗത്ത് പബ്ലിസിറ്റി നേടാനായില്ല. അതുകൊണ്ട് തന്നെ സെൻഡോർ നിർമ്മിച്ച അടിക്കുറിപ്പ് ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. കൊച്ചി തുറമുഖത്തെത്തുന്ന ഒരു ചരക്ക് കപ്പലുണ്ടായ മാനസിക നില തകരാറിലായ ഒരു യുവാവിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ നീക്കാൻ മമ്മൂട്ടി അവതരിപ്പിച്ച വക്കീലിന്റെ കഥാപാത്രം എത്തുന്നതാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. മമ്മൂട്ടി അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയായി തിളങ്ങിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാറും മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഉർവശി, ലിസി, പ്രതാപചന്ദ്രൻ, ജനാർദ്ദനൻ, സുകുമാരൻ, ലാലു അലക്സ് തുടങ്ങി വമ്പൻ താരതമ്യമായി പുറത്തിറങ്ങിയ ഈ ചിത്രം മമ്മൂട്ടിയുടെ ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഇന്നും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. ശ്യാമിന്റെ പശ്ചാത്തല സംഗീതം ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു. 89 മാർച്ച് 3-ാം തീയതി റിലീസ് ചെയ്ത രണ്ടാമത്തെ ചിത്രമാണ് വേണുനാഗവള്ളി സംവിധാനം ചെയ്ത സ്വാഗതം. ആനന്ദ് മൂവി ടോൺ നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജയറാം, അശോകൻ, ശ്രീനാഥ് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വേണുനാഗവള്ളി തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ഒരു ഫാമിലി റൊമാൻറ്റിക് കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ഉർവശിയും പാർവതിയും നായികമാരായെത്തിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, MG സോമൻ, അജയൻ, മാമുക്കോയ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ പോയ സ്വാഗതം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. രാജാമണി സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 89 മാർച്ച് 3-ന് റിലീസ് ചെയ്ത അവസാനത്തെ ചിത്രമായിരുന്നു ജയറാം നായകനായി എത്തിയ പുതിയ കരുക്കൾ. ഷാരോൺ പിക്ചേഴ്സ് നിർമ്മിച്ച് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ റിവെഞ്ച് എന്റർടൈനർ ആയിരുന്നു. ജയറാം ആദ്യമായി ഒരു ആക്ഷൻ ഹീറോ ആയി വേഷമിട്ട ഈ ചിത്രത്തിൽ പാർവതിയായിരുന്നു നായികയായി എത്തിയത്. കൊച്ചിൻ ഹനീഫ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു പുതിയ കരുക്കൾ. MG സോമൻ, ലാലു അലക്, ഭീമൻ രഘു, സത്താർ, ഗണേഷ് കുമാർ, സിത്താര തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം SP വെങ്കടേഷിന്റെ മനോഹരമായ സംഗീതത്തിലൊരുങ്ങിയ ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. ആകെ സമ്മറി നോക്കുമ്പോൾ 1989 മാർച്ച് 3-ന് റിലീസ് ചെയ്ത 3 ചിത്രങ്ങളും സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാഷ് റിലീസിൽ ഒരു ചിത്രം പോലും വിജയം കൈവരിച്ചില്ല. ഇത്രയുമാണ് ഒരേ ദിവസം റിലീസ് ചെയ്ത് ക്ലാഷ് റിലീസുകളായി മാറിയ ചിത്രങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിന്റെ വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വേറൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.